പത്രം വായിച്ചപ്പം തൊട്ട് എനിക്ക് നോവലെന്നുള്ളത് എനിക്ക് പറ്റുമോ എന്നുള്ളൊരു സംശയം തോന്നി. അങ്ങനെ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 2 പേജോളം എഴുതിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെയുള്ള സാഹിത്യകൃതികളൊക്കെ വായിച്ചിട്ടുള്ളവർക്കൊക്കെ ഇട്ട് കൊടുത്ത് എങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരും കുഴപ്പമില്ല, കൊള്ളാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് അപ്പോൾ ഫോണിൽ ആ ഫോട്ടോ കിടപ്പുണ്ട്. വൈകുന്നേരം കുട്ടികളുമായിട്ട് അവിടെ നമ്മൾ ഇരിക്കുന്നിടത്ത് അവിടെ പോയിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഫോൺ എടുത്തിട്ട് ആ പേജ് എടുത്തിട്ട് പറഞ്ഞു വായിക്കുമെന്ന് പറഞ്ഞ് കൊടുത്ത്. അപ്പം 2 പേരും ഇംഗ്ലീഷ് മീഡിയക്കാരാണ്. അപ്പം എല്ലാവർക്കും ഒരു പരിങ്ങൽ. അത് ഒരാൾ കൊണ്ട് എനിക്ക് മലയാളം വായിക്കാൻ, ഞാൻ പറയാം മലയാളം വായിക്കാൻ അറിയില്ലേ? അല്ല, വായിക്കാൻ അറിയാം, വെളിയിൽ നിന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ എഴുതിയത് വായിക്കാൻ എനിക്കങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും കുട്ടികൾക്ക് എന്താണ് അങ്ങനെ അവർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മറ്റൊരാൾ വായിച്ചു, വേറൊരാളുണ്ടായിരുന്നു, അവരും വായിച്ചു. പക്ഷേ എന്താ പറയുക, ഒരു പൂർണ്ണതയില്ലാത്ത പോലത്തെ ഒരു വായനയായിരുന്നു. നമ്മൾ സംശയിച്ച് വായിക്കത്തില്ല, അങ്ങനത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, ട്യൂഷനും മറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ വരുമെന്നോ ഒന്നുമല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം കുട്ടികളെ 8ാം ക്ലാസ്സിലേക്ക് ഞാൻ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എപ്പോഴായാലും 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 8 മുതലൊന്ന് ഹൈസ്കൂളാണ്. ഹൈസ്കൂളുകാരെപ്പോഴും ഒരു ട്യൂഷൻ സെൻറ്ററിൽ തന്നെ പോയി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാ വിഷയങ്ങളിലും ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ ഉള്ളവരാണ് ഈ ട്യൂഷൻ സെൻറ്ററിലൊക്കെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഓരോ വിഷയത്തിനും ഓരോ ആളുകളാകുമ്പോഴത്തേക്കും കുട്ടികൾക്കൊരു മടുപ്പും തോന്നത്തില്ല. നന്നായിട്ട് അറിയാവുന്നവരുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുന്നതാണ് നല്ലത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ അങ്ങനെ പോകുന്നില്ല എങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന മാക്സിമം ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞു. അത് എന്താണെന്നറിയില്ല. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾ മലയാളം വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് വളരെ ഒരു മോശമായ കാര്യം തന്നെയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ടാണ് അതെനിക്ക് ഒരു മോശമായി അല്ലെങ്കിൽ അതൊരു കുറവായിട്ട് തോന്നിയത്. കാരണം നമുക്ക് എന്തായാലും വായന അത്യാവശ്യം വേണ്ട കാര്യം തന്നെയാണ്. വായിക്കാത്തത് കൊണ്ടാണ് കൂടുതലും കുട്ടികൾക്കത് മനസ്സിലാവാത്തത്. ഇപ്പം ക്ലാസ്സുകളിലൊക്കെ മലയാളം വായിപ്പിക്കുകയാണെങ്കിൽ, കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിൽ ഇൻട്രസ്റ്റ് കാണിക്കും. കാരണം ഒരു പ്രാവശ്യം തെറ്റിയാൽ പിന്നീട് ആ തെറ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കളിയാക്കുമല്ലോ എന്നോർത്ത് പിന്നീട് വായിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഈ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി വായിപ്പിക്കുന്നതിന് പിന്നിൽ. എല്ലാവരും മലയാളം അത്യാവശ്യം വായിച്ചില്ലെങ്കിൽ വളരെ മോശമല്ലേ.